T20 വേൾഡ് കപ്പിൽ 2 തുടർ വിജയങ്ങളുമായി സൂപ്പർ 8 യോഗ്യതയ്ക്ക് തൊട്ടരികിൽ നിൽക്കുകയാണ് ടീം ഇന്ത്യ. ഗ്രൂപ്പ് എയിൽ ഇനിയുള്ള 2 മത്സരങ്ങളിൽ 1 ജയിക്കാനായാൽ ഇന്ത്യക്ക് സൂപ്പർ 8ലേക്ക് ടിക്കറ്റ് വാങ്ങാം. ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ 8 വിക്കറ്റിന് തകർത്തായിരുന്നു ഇന്ത്യയുടെ തുടക്കം. രണ്ടാമത്തെ മത്സരത്തിൽ ചിരവൈരികളായ പാകിസ്ഥാനെ 6 റൺസിനും ഇന്ത്യ മറികടന്നു. ഇനി അമേരിക്ക, കാനഡ എന്നിവർക്കെതിരെയാണ് ഇന്ത്യയുടെ ശേഷിച്ച മത്സരങ്ങൾ. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇവയിൽ ഇന്ത്യ മികച്ച വിജയം തന്നെ കൊയ്യാനാണ് സാധ്യത. എന്നാൽ സൂപ്പർ 8-ലെത്തിയാൽ ഇന്ത്യക്ക് 8ന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ കൂടുതൽ കരുത്തരായ എതിരാളികളാണ് ഇന്ത്യയെ കാത്തിരിക്കുക. ചില പോരായ്മകൾ ഇപ്പോഴും ഇന്ത്യൻ ടീമിനുണ്ട്. വലിയ മത്സരങ്ങളിൽ ഇത് തീർച്ചയായും ടീമിനെ വലയ്ക്കാനിടയുമുണ്ട്. സൂപ്പർ 8-ന് മുമ്പ് തന്നെ ഈ ദൗർബല്യങ്ങൾ ഇന്ത്യ പരിഹരിച്ചേ തീരും. രോഹിത് ശർമ്മയെയും സംഘത്തെയും വലയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. T20 ലോകത്തിലെ തന്നെ നമ്പർ 1 ബാറ്ററായ സൂര്യകുമാർ യാദവിന്റെ സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ഇന്ത്യയുടെ ആദ്യത്തെ തലവേദന. ബാറ്റിംഗ് ദുഷ്കരമായ അമേരിക്കൻ പിച്ചിൽ സൂര്യ ശരിക്കും പതറുകയാണ്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ തുറുപ്പ് ചീട്ടാവുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയ താരമാണ് അദ്ദേഹം. പക്ഷേ ബാറ്റിംഗിലെ തന്റെ മാജിക് അമേരിക്കൻ പിച്ചുകളിൽ പുറത്തെടുക്കാൻ സ്കൈക്ക് സാധിച്ചിട്ടില്ല. അയർലൻഡുമായുള്ള ആദ്യ കളിയിൽ 4 ബോളിൽ 2 റൺസാണ് സൂര്യ സ്കോർ ചെയ്തത്. പാകിസ്ഥാനുമായുള്ള വമ്പൻ പോരാട്ടത്തിലും അദ്ദേഹം നനഞ്ഞ പടക്കമായി മാറി. 8 ബോളിൽ 7 റൺസ് മാത്രമെടുത്ത സൂര്യ സിമ്പിൾ ക്യാച്ച് സമ്മാനിച്ച് ക്രീസ് വിടുകയായിരുന്നു. അമേരിക്കയിലെ സ്ലോ പിച്ചുകളിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ക്ലിക്കാവുന്നില്ല. ഇത് മറികടക്കാൻ സൂര്യക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ തന്റെ ബാറ്റിംഗ് ശൈലിയിൽ മാറ്റം കൊണ്ടുവരേണ്ടി വരും. ഇന്ത്യയുടെ രണ്ടാമത്തെ ആശങ്ക ഓപ്പണിംഗ് കോമ്പിനേഷൻ ക്ലിക്കാവുന്നില്ല എന്നതാണ്. നായകൻ രോഹിത് ശർമ്മക്കൊപ്പം വിരാട് കോഹ്ലിയെ ഓപ്പണറാക്കിയുള്ള പരീക്ഷണം പരാജയമായി മാറിയിരിക്കുകയാണ്. 1-4 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കോഹ്ലിയുടെ സ്കോറുകൾ. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ കപ്പടിക്കണമെങ്കിൽ കോഹ്ലിയുടെ ബാറ്റ് തീ തുപ്പിയേ തീരും. കാരണം വലിയ മത്സരങ്ങളുടെ താരമാണ് അദ്ദേഹം. നിർണായക മത്സരങ്ങളിൽ ജയിക്കണമെങ്കിൽ കോഹ്ലിയിൽ നിന്നും മികച്ച സംഭാവനകൾ ടീമിന് ആവശ്യമാണ്. ആദ്യ കളിയിൽ അയർലൻഡിനെതിരെ രോഹിത് കോഹ്ലി ഓപ്പണിംഗ് ജോഡി വിക്കറ്റിൽ നേടിയത് 22 റൺസായിരുന്നു. പാകിസ്ഥാനെതിരെ ആവട്ടെ ഇത് 12ലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഈ ജോഡി ക്ലിക്കായെങ്കിൽ മാത്രമേ വലിയ ടോട്ടലുകൾ കുറിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ. അടുത്ത മത്സരത്തിലും കോഹ്ലി ഫ്ലോപ്പായാൽ അദ്ദേഹത്തെ സ്ഥിരം നമ്പറായ 3ലേക്ക് മാറ്റി യശസ്വി ജയ്സ്വാളിനെ 11ലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ നിർബന്ധിതരാകും. ഈ വേൾഡ് കപ്പിൽ ടീമിന്റെ ഇമ്പാക്ട് പ്ലെയർ ആവുമെന്ന് കരുതപ്പെട്ട ശിവൻ ദുബെയുടെ ദയനീയ പ്രകടനമാണ് ഇന്ത്യയുടെ 3ാമത്തെ ആശങ്ക. റിങ്കു സിംഗിന് പകരം ദുബെയെ വേൾഡ് കപ്പ് ടീമിലെടുത്ത തീരുമാനത്തിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിൽ കയമ്പുണ്ടെന്ന് തന്നെയാണ് ദുബെയുടെ മോശം പ്രകടനം ശരിവയ്ക്കുന്നത്. പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ 9 ബോളിൽ 3 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. ദുബെ ഇനിയും ക്ലിക്കായില്ലെങ്കിൽ മധ്യനിരയിൽ ഇന്ത്യക്ക് സഞ്ജു സാംസണിനെ പരീക്ഷിക്കേണ്ടി വരും. കഴിഞ്ഞ 2 മത്സരങ്ങളിലെ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? ഇന്ത്യൻ ടീം 11-ൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.